നമസ്കാരം. ഇന്നത്തെ വിഷയം 2019 പേർവിഷൻ. അതിൻ്റെ 4 കുടിശ്ശികകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ആ കുടിശ്ശികകൾ ഒന്നും രണ്ടും ഗഡു കുടിശ്ശിക കൊടുത്തു കഴിഞ്ഞതാണ്. ഈ മൂന്നും നാലും ഗഡു കുടിശ്ശികകൾ, അല്ലെങ്കിൽ ഈ 4 ഗഡു കുടിശ്ശികകളെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കിട്ടാനുണ്ടോ? നിരവധിയായിട്ടുള്ള പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തവരുടെ ഒരു സംശയം ആണ് ഇത്. എന്നോട് തന്നെ ഒരുപാട് പേര് ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 2021, അതായത് GOP 27 പ്രകാരം 10/2/21 പ്രഖ്യാപിച്ചതിന് പ്രകാരം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും അലവൻസുകളും 1/7/2019 മുതൽ 19 പ്രാബല്യത്തിൽ പരിഷ്കരിച്ചിരുന്നു. ഇപ്പൊ ശരിക്കും 11ാം ശമ്പള പരിഷ്കരണം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ 1/7/2019 അതില് പരിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും 28/2/2021 ഫെബ്രുവരി അവസാനം വരെയുള്ളത് കുടിശ്ശികയായി നിർത്തിയിട്ടാണ് ഈ പേ റിവിഷൻ നടത്തിയത്. അപ്പോൾ 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള അത്രയും മാസത്തെ കുടിശ്ശികകൾ. അതെത്ര മാസം വരും? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, 8, 12 വെട്ടും 20 മാസത്തെ കുടിശ്ശികയാണ്. ആ 20 മാസത്തെ കുടിശ്ശിക ആ സമയത്ത് ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കി ഫസ്റ്റ് സാലറി റിവൈസ്ഡ് പേ റിവിഷനിൽ തരുമ്പോൾ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഉത്തരവിറക്കിയിരുന്നത് പ്രസ്തുത കുടിശ്ശിക, ആ 20 മാസത്തെ കുടിശ്ശിക കണക്ക് കൂട്ടിയിട്ട്, മൊത്തം കണക്ക് കൂട്ടി അതിൻ്റെ ആ മൊത്തം എമൗണ്ടിൻ്റെ 25% വീതമുള്ള 4 ഗഡുക്കളായിട്ട് ജീവനക്കാരുടെ PF ക്രെഡിറ്റ് ചെയ്യുന്ന എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 4 ഗഡുക്കളായിട്ട് ജീവനക്കാരുടെ PF ക്രെഡിറ്റ് ചെയ്യും, അല്ലാത്തവർക്ക് പണമായിട്ട് നൽകും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ 4 ഗഡു എന്ന് പറയുന്നത്, ആദ്യത്തെ ഗഡു 1/4/2023 ക്രെഡിറ്റ് ചെയ്യും, രണ്ടാമത്തെ ഗഡു 1/10/2023 ക്രെഡിറ്റ് ചെയ്യും, മൂന്നാമത്തെ ഗഡു 1/4/2024 ക്രെഡിറ്റ് ചെയ്യും, നാലാമത്തെ ഗഡു 1/10/2024 ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് അന്ന് ഉത്തരവിറക്കിയതിന് പ്രകാരം 4 ഗഡു ക്രെഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റിട്ടയർ ചെയ്തവർക്ക് പണമായി കൊടുക്കാനും ഉള്ള ഡേറ്റുകൾ: 1/4/23, 1/10/23, 1/4/24, 1/10/24. ഇതല്ലാതെ നമ്മൾ 4 ഗഡു ഇങ്ങനെ പറഞ്ഞെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പിന്നീട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചപ്പോൾ ഈ ഗഡുക്കള് കൊടുക്കുന്നത്, അതായത് 1/4/23 1/10/23 കയ്യിൽ കിട്ടിയിട്ടുമില്ല, PF പോയിട്ടില്ല. ആയത് സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ശേഷം, എന്നാൽ ഈ നീട്ടിവെച്ച സമയത്ത് തന്നെ 31/5/2021 വരെ റിട്ടയർ ചെയ്ത, ശ്രദ്ധിക്കണേ, 31/5/2021 വരെ, അതായത് 2021 മെയ് 31 വരെ റിട്ടയർ ചെയ്ത എല്ലാവർക്കും ഈ 4 ഗഡുക്കളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, 31/5/2021 വരെ റിട്ടയർ ചെയ്ത ആർക്കും തന്നെ ഒരു ഗഡുവും കിട്ടാനില്ല അത് വിചാരിച്ച് നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിരിക്കേണ്ടതില്ല. 31/5/2021 വരെ റിട്ടയർ ചെയ്ത എല്ലാവർക്കും 2 അല്ല 4 ഗഡുക്കളും, അതായത് പൂർണ്ണമായ പേ റിവിഷൻ ഇയറിന്റെ 20 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായിട്ടും
നൽകിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ ജീവനക്കാരെ സംബന്ധിച്ചുള്ള അതിനുശേഷം റിട്ടയർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളവും ആ ഗഡു കൊടുക്കുന്നത് നീണ്ടു പോവുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് 29/3/2025 GOP 38/25 പ്രകാരം 1-ഉം 2-ഉം ഗഡുക്കൾ പെൻഷനായവർക്ക് ക്യാഷായും സർവീസിലുള്ളവർക്ക് PF-ൽ ലയിപ്പിച്ചും നൽകിയിട്ടുണ്ട്. അത് 29/3/2025 ആ ഉത്തരവ് ഇറങ്ങിയത്. അപ്പൊ 23-ൽ കൊടുക്കേണ്ട 1-ഉം 2-ഉം ഗഡു, 23-ലെ 1-ഉം 2-ഉം ഗഡു കൊടുക്കേണ്ട 1-ഉം 2-ഉം ഗഡു 25-ല് എല്ലാവർക്കും പെൻഷനായവർക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്, സർവീസിലുള്ളവർക്ക് PF-ല് ലയിപ്പിച്ചിട്ടുമുണ്ട്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇനി ഇപ്പോ നമുക്ക് ഉള്ള അറിയിപ്പ് പ്രകാരം 3-ഉം 4-ഉം ഗഡുക്കള് ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളതിലാണ് ഒരു സംശയം എല്ലാവർക്കും ഉള്ളത്. 3-ഉം 4-ഉം ഗഡു കിട്ടാൻ അർഹരായവരെന്ന് പറയുന്നത് 1/6/2021 ശേഷം റിട്ടയർ ചെയ്ത എല്ലാവർക്കും ഈ 3-ഉം 4-ഉം ഗഡു കിട്ടാനുണ്ട്. 1/6/2021 ശേഷം. അങ്ങനെ പറയാൻ കാരണം 1/6/21 ഒരാൾ റിട്ടയർ ചെയ്യൂല. കാരണം എന്താ? അങ്ങനെ 1/6/21 റിട്ടയർ ചെയ്യുന്ന ഒരാൾ, ആ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരാൾ തൊട്ട് തലേന്ന്, അതായത് 31/5 റിട്ടയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 1/6/2021 ശേഷം റിട്ടയർ ചെയ്ത എല്ലാ പെൻഷൻകാർക്കും ഈ 3-ഉം 4-ഉം ഗഡു കിട്ടാനുണ്ട് എന്ന കാര്യമാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, 1-ഉം 2-ഉം ഗഡു അവർക്ക് 2025-ൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ 20 മാസത്തെ ഗഡുക്കളുടെ മൊത്തം തുകയെ 4 തുല്യ ഗഡുക്കളായി 25, 25, 25, 25 കണക്ക് കൂട്ടുകയും അതിന്റെ 1-ഉം 2-ഉം ഗഡു ജീവനക്കാർക്ക് PF-ൽ ലയിപ്പിക്കുകയും ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി PF സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ 3-ഉം 4-ഉം ഗഡു PF-ൽ ലയിപ്പിക്കാനുണ്ട്. കയ്യിൽ കിട്ടുന്ന കാര്യം അവർ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് ആർക്കും തന്നെ കയ്യിൽ കിട്ടുന്നില്ല, ഇൻകാഷ് ആയിട്ട് കിട്ടുന്നില്ല, മറിച്ച് പ്രോവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സർവീസിലുള്ള മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, സർവീസിലുള്ള എല്ലാ ജീവനക്കാർക്കും 2019 പേ റിവിഷന്റെ, അതായത് അന്നുണ്ടായിരുന്ന 20 മാസത്തെ കുടിശ്ശിക 4 തുല്യ ഗഡുക്കളായിട്ട് വീതിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള 1-ഉം 2-ഉം ഗഡു കിട്ടിയിട്ടുണ്ട്. എന്നാൽ 3-ഉം 4-ഉം ഗഡുക്കൾ എല്ലാവർക്കും കിട്ടാനുണ്ട്. ഇതിലാകെ ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ 1/6/2021 ശേഷം സർവീസിലിരിക്കാൻ മരണപ്പെട്ടവരുടെ ഈ കുടിശ്ശിക അത് അവരുടെ ആശ്രിതർക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഗഡുക്കളും 4 ഗഡുക്കളും സർവീസിലിരിക്കാൻ മരണപ്പെട്ട ടിൽ ഡേറ്റ് എല്ലാവർക്കും ഈ 4 ഗഡുക്കളും കൊടുത്തിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ജീവനക്കാർക്കും പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം 1/6/2021 ശേഷം പെൻഷനായവർക്കും ഇപ്പോൾ സർവീസിലുള്ള ജീവനക്കാർക്കും ഇപ്പോൾ 2026 ഏപ്രിൽ 1 ശേഷം ബില്ല് പ്രോസസ്സ് ചെയ്ത് ജീവനക്കാർക്ക് PF-ൽ ലയിപ്പിക്കാം, സർവീസിലുള്ള പെൻഷനായവർക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് കയ്യിൽ വാങ്ങുകയും ചെയ്യാം എന്നതാണ് ഏറ്റവും പുതിയ ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവനക്കാർക്കും, അതാണ് ഒറ്റ വാക്കി പറഞ്ഞ, എല്ലാ ജീവനക്കാർക്കും എന്തുണ്ട്? 3-ഉം 4-ഉം ഗഡു കിട്ടാനുണ്ട്. അത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം എന്താന്ന് വെച്ചാൽ അവർക്ക് 2027 ഏപ്രിൽ മാസം മുതൽ പിൻവലിക്കാവുന്നതാണ്. 2020 PF-ൽ ലയിപ്പിച്ച ഒരു തുക 2027 മുതൽ പിൻവലിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ PF-ൽ ഒരു സംഖ്യ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അത് ലോണായിട്ട് മാത്രമേ പിൻവലിക്കാൻ സാധ്യമാവൂ. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ തൽക്കാലം PF-ലേക്ക് ഇട്ടിട്ട് അവിടുന്ന് മുഴുവനാം ഈ പണം ഇൻകാഷായിട്ട് കിട്ടും എന്ന് വിചാരിക്കരുത്. എനിക്ക് അങ്ങനെയല്ല, അതിൻ്റെ വാചകം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും
സാധാരണഗതിയിൽ ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ പേർ അരിയർ ഒന്നും അത് PF ലയിപ്പിക്കുന്ന പേർ അരിയർ ആഫ്റ്റർ റിട്ടയർമെന്റ് മാത്രമേ കിട്ടുള്ളൂ. അല്ലാത്തവർക്ക്, ലോൺ എടുക്കുന്നവർക്ക്, അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നവർക്ക്, തിരിച്ചടയ്ക്കേണ്ടതായി വിഡ്രോ ഡ്രാഫ്റ്റ് എടുക്കുന്നവർക്കൊക്കെ 2027 ഏപ്രിൽ മാസം മുതൽ പിൻവലിക്കാവുന്നതാണ് എന്നാണ്. സാധാരണഗതിയിൽ DA അരിയറോ മറ്റ് അരിയറൊക്കെ ഓരോ ഡേറ്റ് പറയും. ഇപ്പൊ ക്രെഡിറ്റ് ചെയ്താലും ഒരു 2 വർഷം കഴിഞ്ഞ് ഇന്ന ഡേറ്റ് മുതലേ അത് പിൻവലിക്കാൻ പാടുള്ളൂ. നമ്മുടെ ക്രെഡിറ്റിൽ കയറും, PF നമ്മുടെ ക്രെഡിറ്റിലേക്ക് കയറും. നമുക്ക് ആ പൈസയ്ക്ക് ഇൻട്രസ്റ്റും ഒക്കെ കിട്ടും, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്കിത് ലോണായിട്ട് എടുക്കണമെങ്കിൽ ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റ് അതിന് മുന്നേ ലോൺ എടുക്കുമ്പോൾ ഈ ക്രെഡിറ്റിലുള്ള തുകയിൽ നിന്ന് നമ്മൾ ഈ എടുക്കാൻ പാടില്ലാത്ത തുക മൈനസ് ചെയ്തിട്ടാണ് ശരിക്കും നമുക്ക് ഈ ലോൺ സാങ്ഷനാക്കി തരുന്നത് എന്ന കാര്യവും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇൻ ക്യാഷ് ആയിട്ട് ആ രീതിയിൽ 2027 ഏപ്രിൽ മാസം മുതൽ പണമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ക്യാഷ് ആയിട്ട് കൊടുക്കുമെന്നല്ല അർത്ഥം. അത് വിഡ്രോവൽ അനുവദിക്കും എന്നാണ്. വിഡ്രോവൽ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ടെമ്പററി അഡ്വാൻസ് അല്ലെങ്കിൽ നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ആയിട്ട് അനുവദിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. നമുക്കറിയാലോ, 6 മാസത്തിലൊരിക്കൽ PF നിന്ന് എല്ലാവർക്കും ലോൺ അഡ്വാൻസ് എടുക്കാവുന്നതാണ്. ടെമ്പററി അഡ്വാൻസ് എടുക്കാം, അത് തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ളതാണ്. എന്നാൽ തിരിച്ചടയ്ക്കേണ്ടതല്ലാത്ത ലോണുകളും നമുക്ക് എടുക്കാം. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സർവീസിൽ 10 വർഷം പൂർത്തിയായിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാൻ 10 വർഷം ഉണ്ടാവണം. അതിൽ കൂടുതലുണ്ടേ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് നോൺ റീഫണ്ടബിൾ, തിരിച്ചടയ്ക്കേണ്ടാത്ത ലോണുകൾ എടുക്കാം. അത് ഒരു ഫുള്ള് ക്യാഷ് കയ്യിൽ കിട്ടുന്നതിന് തുല്യമാണ്. വിഡ്രോവൽ അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ മാത്രമേ അത് നടക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രസ്തുത അപ്പോൾ പെൻഷൻകാർക്ക് 3-4 ഗഡു എപ്പം മുതലുള്ള 1/6/2021 ശേഷം റിട്ടയർ ചെയ്ത എല്ലാവർക്കും ടിൽ ഡേറ്റ് അത് ക്യാഷായിട്ട് കിട്ടും, 3-4 ഗഡുക്കൾ. ഇനി പ്രസ്തുത കാലയളവിലെ എംപ്ലോയ്മെന്റ് വഴി നിയമിച്ചവർ, അവർ താൽക്കാലികമായിട്ട് എംപ്ലോയ്മെന്റ് വഴി നിയമിച്ചവർക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടാവില്ല, അവർക്കും ക്യാഷായിട്ട് ലഭിക്കും. ഡെപ്യൂട്ടേഷനിലല്ല അന്യത്ര സേവനത്തിൽ പോയിട്ടുള്ളവർ, ഇപ്പോൾ സ്കൂളുകളിലാണ് BRC പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയവർക്കും ഇതേമാതിരി ഈ പറഞ്ഞ മാതിരി 3-4 ഗഡുക്കൾ പ്രോവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കും. ഇനി ഇവിടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ഥലം മാറിപ്പോയവരുടെ ബില്ലുകൾ 1-2 അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 1-2 ഇൻസ്റ്റാൾമെന്റുകൾ എവിടെയാണോ പ്രോസസ്സ് ചെയ്തത് അതേ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇവരുടെ ബില്ലും പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1-2 ഇൻസ്റ്റാൾമെന്റ്സ് ചെയ്ത ശേഷം റിട്ടയർ ചെയ്തവർക്കും PF ക്ലോസ് ചെയ്തവർക്കും സാധാരണ പോലെ മേക്ക് ബിൽ ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. അത് സ്പാർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ റിട്ടയർ ചെയ്തവർ എപ്പോഴും അവർ ചിന്തിക്കുക എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു DDO എന്ന് പറയുന്നത് ട്രഷറി ഓഫീസറാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തരം കേസുകളിൽ നിങ്ങൾക്ക് ഈ ട്രഷറി ഓഫീസറുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള കുടിശ്ശിക നിങ്ങൾക്ക് കിട്ടാനുള്ള. അപ്പോൾ റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടത്തിലുള്ള ഏതും നമുക്ക് കിട്ടേണ്ടത് നമ്മൾ അവസാനം റിട്ടയർ ചെയ്ത സ്ഥാപനത്തിൽ നിന്നാണ്. ഏറ്റവും അവസാനം നമ്മൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരം കുടിശ്ശികകൾ കിട്ടേണ്ടത്. ട്രഷറി ആയിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന കാര്യവും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നുകിൽ അവർ റിട്ടയർ ചെയ്ത സ്ഥാപനം അവിടെ തന്നെ ആയിരിക്കും മിക്കവാറും 1-2 ഗഡു അവർ വാങ്ങിയതും. അത് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ ശ്രദ്ധിക്കണം, ഇത്തരത്തിൽ റിട്ടയർ ആയവര്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ ജോലി ചെയ്ത് എവിടെ നിന്നാണോ റിട്ടയർ ചെയ്ത്, ഇപ്പൊ 2022 റിട്ടയർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം 4 വർഷം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്ത സ്ഥാപനത്തിൽ അത് കോണ്ടാക്ട് ചെയ്തിട്ട് ബില്ല് പ്രോസസ് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ, അതും ഒരു ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ കൊടുക്കുക. ആ സ്ഥാപനത്തിൽ നിങ്ങൾ അന്നുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സെക്ഷൻ ആയിരിക്കൂല ഇപ്പൊ സെക്ഷൻ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സ്ഥാപന മേധാവി ആയിരിക്കില്ല ഇന്നുണ്ടത്.
നിങ്ങളെ അറിയുന്ന ആരും തന്നെ ചിലപ്പോൾ ആ ഓഫീസിൽ ഉണ്ടാവണമെന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ആ ബുദ്ധിമുട്ടൊക്കെ പരിഗണിക്കുമ്പോൾ നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ നിങ്ങളെ ഇന്ന പോലെ കൊടുക്കാനുണ്ട് എന്ന കാര്യം ഓർക്കുന്നവർ തന്നെ ഉണ്ടാവില്ല. അപ്പൊ ദയവായി നിങ്ങൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷയൊക്കെ കൊടുക്കുക. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, അപ്പോ നമ്മള് പോയിരുന്നു കഴിഞ്ഞാല് റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ പഴയ ഒരു സ്നേഹം വെച്ചു പുലർത്തുന്നവർ വളരെ ആ, കുറവായിട്ടാണ്. ഓ, പല പല കേസിലും പല പരാതിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം അവര് നമ്മളെ മറന്നു കഴിഞ്ഞ് മറന്നില്ലെങ്കിലും നമ്മളെ കാണുന്നില്ല പിന്നീട്. നമ്മളെ കൊണ്ട് അവർക്ക് മറ്റൊരാവശ്യങ്ങളും ഇല്ല. അപ്പോ പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പല സ്ഥാപനങ്ങളിലും ഈ ടെർമിനൽ സറണ്ടർ പോലെയുള്ള കാര്യങ്ങൾ എഴുതി മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പരാതി ഒരുപാട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് സെക്ഷൻ മാറിയിട്ടുണ്ടാവും, ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറിയിട്ടുണ്ടാവും, നമ്മളെ പരിചയമില്ലാത്തവരായിരിക്കും, സർവീസ് ബുക്ക് വന്നില്ല എന്ന് പറയും. ടെർമിനൽ സെന്ററിലൊക്കെ വ്യാപകമായ പ്രശ്നങ്ങൾ അത്തരത്തിലുണ്ട്. നമുക്ക് പിന്നെ അതിനൊക്കെയുള്ള പരിഹാരം നേരിട്ട് ഒരു അപേക്ഷ കൊടുക്കുക. ആ അപേക്ഷ കൊടുത്ത് ഒരു തവണ റിമൈൻഡ് ചെയ്യുക, രണ്ട് തവണ റിമൈൻഡ് ചെയ്യുക, ചെയ്തില്ലെങ്കിൽ അതിന്റെ മേലേക്ക് പരാതി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മൾ പരാതി കൊടുക്കാനൊന്നും റിട്ടയർ ചെയ്തവർക്ക് മടിക്കേണ്ട കാര്യമില്ല. കാരണം അവരോടൊന്നും പിന്നീട് നമ്മൾ അവരുടെ അടുത്തേക്ക് മറ്റൊരു ആവശ്യത്തിന് പോകേണ്ടി വരുന്നില്ല. ആ രീതിയിൽ നമുക്കത് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത വർഷം റിട്ടയർ ചെയ്യുന്നവരും തന്നെ, ഇപ്പൊ 2027 റിട്ടയർ ചെയ്യുന്നവർ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് അത് മെർജ് ചെയ്ത് PF വിടുക. ആ പ്രോവിഡന്റ് ഫണ്ടിൽ ആ എമൗണ്ട് കടക്കും. നിങ്ങൾക്ക് അടുത്ത വർഷം PF ക്ലോസ് ചെയ്യാൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ എമൗണ്ട് കൂടി പരിഗണിക്കുകയും അതിന്റെ ഇൻട്രസ്റ്റ് ടിൽ ഡേറ്റ് അവിടം വരെ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്ത് തന്നെയായാലും ഇതിന്റെ മൊത്തം ഒരു ഐഡിയ എല്ലാവരുമായിട്ടും പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിലൊന്നും സംശയം ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്ന് തന്നെയായാലും ഈ രീതിയിലാണ് പോകേണ്ടത്. പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്: പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങേണ്ടത് പഴയ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ്, ട്രഷറിയിൽ നിന്നല്ല. ട്രഷറിയിൽ ഒരു കുടിശ്ശിക എന്ന് പറയുന്നത്, ട്രഷറിയിൽ എന്ന് മുതലാണോ നമ്മൾ ഏതെങ്കിലും പെൻഷൻ വാങ്ങിയത് അതിന് ശേഷമുള്ള DRൽ വരുന്ന കുടിശ്ശികയൊക്കെ മാത്രമേ ഈ ട്രഷറിയിൽ നിന്ന് വരുള്ളൂ. അതിന് മുമ്പുള്ളതൊക്കെ തന്നെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി അക്കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.